പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണേ? നമ്മൾ പോണത് ഇപ്പോൾ ആലത്തൂർ പോയി സ്കാൻ ചെയ്തിട്ട് എത്ര മാസത്തിൻ്റെ? 7 മാസം ഫുള്ളായാലും സ്കാൻ ചെയ്യാൻ പോകണം ആലത്തൂർ. അത് ചെയ്തിട്ട് പിന്നെ പാലാനി കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരണം. 8 മണിക്ക് 9 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞാണ്. നമ്മൾ 7 മാസത്തിൻ്റെ ഗ്രോത്ത് സ്കാനിങ് ചെയ്യാൻ പോണത്. അതിൽ കുട്ടികളുടെ വളർച്ചയും ഫ്ലൂയിഡ് ഉണ്ടാന്നൊക്കെ നോക്കും. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എണ്ണ അടിക്കാൻ കയറിയതാണ് പമ്പിൽ. എണ്ണ അടിച്ച് വണ്ടിയിൽ 4 ടയറിലും കാറ്റില്ല. കാറ്റടിച്ചിട്ട് എണ്ണ അടിച്ചിട്ട് പോവുകയാണ്. ആലത്തൂർ പോയിട്ട് വന്നിട്ട് വേണം പിന്നെ പാലാനി പോവാൻ. രാവിലെ പോകുമ്പോൾ മഴയൊന്നുമില്ല. തിരിച്ച് വരുമ്പോൾ പിന്നെ മഴയുണ്ടാവും എന്തോ. തോട്ടിങ്ങൽ പള്ളി എത്തി. തോട്ടിങ്ങൽ പള്ളി ഞങ്ങൾ പിന്നെ അപ്പോഴും നിർത്തി ഉണ്ടി പൈസ ഇട്ട് എന്നിട്ടാണ് പോകുക. ഞങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ തന്നെ പുലർച്ചെ 4 മണിക്ക് ഇവിടുന്ന് പോകും. 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. 4 മണിക്ക് പോയാൽ ഇവിടെ തോട്ടിങ്ങൽ പള്ളി മുന്നിൽ നിർത്തും. അപ്പോൾ ഉണ്ടി പൈസ ഇട്ട് അത്ര പൂമണ്ണൊക്കെ എടുത്ത് വായിലിട്ട് എന്നിട്ട് ഞങ്ങൾ സുബൈ ബാങ്ക് കൊടുത്ത പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുക. ഇത്രയും 28 മാറി ഇപ്പോൾ 28 മാറി അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു. തിരിച്ച് അതിൻ്റെ കാവലല്ലേ ഉള്ളൂ നമുക്ക്. വണ്ടിയും വാഹനത്തെയും പോലെ എറണാകുളം എത്തിയിട്ട് വരണ്ടേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാവലല്ലേ ഉള്ളൂ. അപ്പോൾ പൈസ ഇട്ട് ഒരു മണ്ണെടുത്ത് അവളുടെ വായിലൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഇതുവരെ എത്തി വന്നു. അങ്ങനെ പോയി. ഇതാണ് തോട്ടിങ്ങൽ പള്ളി. കണ്ട വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നത്. അതൊക്കെ നിറഞ്ഞു പോയതാണ് മഴയത്ത്. ഫുള്ളും വെള്ളമായിരുന്നു. ഫുള്ളും വെള്ളം പറഞ്ഞാൽ ഫുള്ളും വെള്ളം. ചെറിയ പാലത്തിൻ്റെ പാതയൊന്നും കാണണ്ടായിരുന്നില്ല. എന്ത് വന്നാൽ എത്ര വെള്ളം വന്നാലും പള്ളീനുള്ളിലേക്കൊന്നും വെള്ളം കയറില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കോഴമന്നം കടന്നു. ആദ്യം പോണത് ആലത്തൂർക്കാണ്. ആലത്തൂർ സോതി തിയേറ്ററിൻ്റെ അവിടെ ആയിട്ട് എന്ത് ഡോക്ടറാണ്? സിന്ധു ഡോക്ടറിൻ്റെ മകള് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നത്. മകളാണ് ഇപ്പോൾ. ഡോക്ടറൊക്കെ ആസ്പത്രിയിലാണ്, മകളാണ് അവിടെ വീട്ടിൽ. അവിടെ പോയി അവിടെ നിന്ന് സ്കാനിങ് എടുത്തിട്ട് പിന്നെ അതിന് ഇവിടെ കൊണ്ട് പാലാനി കൊണ്ട് കാണിക്കണം. ആലത്തൂരെത്തുമ്പോഴേക്ക് മഴ പെയ്തു. നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല മഴ. ആലത്തൂർ തൃപ്പാളൂർ പാലം വേണം. തൃപ്പാളൂർ പാലമൊക്കെ കിടക്കുമ്പോഴേക്കൊക്കെ മഴ വന്നിരിക്കും. തൃപ്പാളൂർ കണ്ട് ഒരു മനുഷ്യൻ്റെ അങ്ങനെ ഞങ്ങളൊന്നൊരു യാത്ര പോകണം. 2-3 കാര്യങ്ങളൊക്കെ നടക്കണം. വരുമ്പോൾ അങ്ങനെ തിരിച്ച് വരുമ്പോൾ അവളുടെ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് വരണം. ഉമ്മ വീണിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അന്ന് പോയിട്ട് വന്നതാണ്. പിന്നെ പോയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റും, അവൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ആസ്പത്രിയിൽ പോയി കൊണ്ട് അങ്ങനെ ഉമ്മാനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരണം. പറഞ്ഞപ്പോൾ 8-ാം മാസത്തിലേക്ക് ഉമ്മമാരുടെ കൂടെ ഇരിക്കേണ്ട സമയമല്ലേ. അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വരണം. ഓരോ പാത നേരാക്കുമ്പോഴേക്കും ഓരോ പാത കുണ്ടും കുഴിയും ഓരോരോ പാതകൾ നേരാക്കി. ഓരോ പാതകൾ ഇങ്ങനെയായി. അങ്ങനെ കുണ്ടും കുഴിയുണ്ട്. താഴത്തെ പാത ഉള്ള പാത സൂപ്പറായി, കണ്ണ് ഞെമ്പി പോവാം. നമ്മുടെ മഴ പെയ്ത് കണ്ട ഓരോരോ മടകൾ കട്ടാപ്പുടാന്നുണ്ട്. എന്താ മഴക്കാലം ആകുമ്പോഴേക്കും ഞങ്ങളുടെ എറണാകുളത്തു നിന്നുള്ളത് കിട്ടുക കൊണ്ട് രക്ഷപ്പെട്ടു. എവിടെയാണ് ഹോസ്പിറ്റൽ? ഉള്ളിലേക്കാണിട്ടാണ് ഹോസ്പിറ്റൽ. ഉള്ളിലേക്ക് പോകണം. ഉള്ളിൽ കയറി പോകണം. ഇല്ല, ഇങ്ങോട്ട് കയറി പോകണം. അതാ കാണുന്നതാണ് ഹോസ്പിറ്റൽ. അന്ന് ഞങ്ങൾ 5-ാം മാസം സ്കാനിങ്ങിൽ പോയപ്പോൾ അത് ഈ തട്ടുകട, ചെറിയ തട്ടുകടയാണ്. ഈ ചെറിയ തട്ടുകടയിൽ പോയിട്ട് അവൾക്ക് ഇഡ്ഡലിയും അതിൻ്റെ മുളക് ചമ്മന്തിയും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അത്ര. അപ്പോൾ ഒന്നും അവൾ ഇവിടുന്നേ മനസ്സിൽ കണക്കാക്കിയിരുന്നു, എനിക്ക് അവിടുത്തെ ചായക്കടയത്തെ ഇഡ്ഡലി വേണം പറഞ്ഞിട്ട് പോയി ടോക്കൺ എടുത്തപ്പോൾ
രണ്ടാമത്തെ ടോക്കനെ കിട്ടി 10:30 ആവും പറഞ്ഞു. അപ്പോൾ ശരി എന്ന് അയാളുടെ ആസപ്പെട്ടൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നാണല്ലോ. അപ്പോൾ അയാളുടെ ഇഡ്ഡലിയും ചമ്മന്തിയും സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു കാലി ചായയും കുടിച്ചു. ഇഡ്ഡലിക്കും ചമ്മന്തിക്കും വേണ്ടിയിട്ട് വേണം അവൾ പുക പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുളമുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ. വെളിയിലൊരു കുളമുണ്ട് വേറെ, പിന്നെ ഉള്ളിൽ ചെറുതൊരു കളർ മീനുകളൊക്കെ ഉണ്ട്. കുട്ടികളിനെയൊക്കെ അവിടെ നോക്കി കളിപ്പിക്കുന്ന കാണാം. കളർ ചുവപ്പ് മീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പോയി പിന്നെ ടോക്കൺ ഇട്ട് രണ്ടാമത്തെ ടോക്കനെ കിട്ടി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, പാവം പോലുള്ള വളർച്ചയൊക്കെ മക്കളൊക്കെ സൂപ്പറായിരിക്കും പറഞ്ഞു. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറഞ്ഞാൽ അമ്മയല്ലേ, അമ്മായിയമ്മയല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നു, ഹോസ്പിറ്റലിൽ വന്നു. എൻ്റെ മകൻ്റെ ബർത്ത്ഡേയാണ് August 5-ാം തീയതി. അപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി കടയിൽ കയറിയാണ്, ചിക്കൻ ബിരിയാണി. ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചാണ് കേക്ക് മുറിക്കണം, അവൾക്കൊരു വളകാപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇന്ന് ആസ്പത്രിക്ക് പോയിട്ട് കഴിയുമ്പോഴേക്ക് നേരെ ഉത്തരയായി.